ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളെ ലൈക്കുമ്പോൾ തൊട്ടിട്ട വീഡിയോ ഒന്ന് കണ്ടു നോക്കിട്ടോ. ചക്ക കൂട്ടാൻ വെച്ചൊരു സാധനം കളയാനില്ലല്ലോ. അപ്പോൾ ചക്കക്കുരുണ്ട്, കുറച്ചോളം ഇട്ടാൽ കുറച്ച് ഓള് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊണ്ടുപോയി. അപ്പോൾ അത് തൊലിച്ചാണ് കറി. ചക്കക്കുരു ഇപ്പോൾ തലേന്ന് തന്നെ തൊലിച്ചൊക്കെയാണ്. ഇപ്പോൾ വൈകുന്നേരം അങ്ങനെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ പണിയൊക്കെ അധികം വൈകുന്നേരമാണ് എന്നൊക്കെ. ഇതൊക്കെ തലേന്ന് തന്നെ തൊലിച്ചാലേ രാവിലെ കറി എളുപ്പമായിക്കോളും. അപ്പോൾ ആ പരിപാടിയിലൊക്കെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റിൽ കണ്ടു, മാങ്ങ ചിക്കണത് ഉണക്കണത് കാണിക്കണം, അച്ചാറിടുന്നത് കാണിക്കണം, ഓരോരുത്തരും ഓരോരോ കമൻറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഓരോരോ കമൻറ്റ് ചെയ്താൽ എന്താ പറയുക, എനിക്ക് അതേപോലെയൊക്കെ ഇങ്ങനെ ചെയ്യാം. പിന്നെ ചിക്കണതും ഉണക്കണതും പിന്നെ അച്ചാറിടുന്നതൊക്കെ ഏതായാലും കാണിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് കരുതിയിരിക്കണം. അപ്പോൾ നിങ്ങൾക്കൊക്കെ എല്ലാവരും ഇടണമാണ്, എന്നാലും ഞാൻ ഇടുന്ന രീതി ഒന്ന് കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലല്ലേ. അപ്പോൾ അതൊക്കെ ചെയ്യണ്ടിട്ടാ. അപ്പോൾ മാങ്ങ ഫ്രിഡ്ജിലാണ്, ഫ്രിഡ്ജിൽ ഇന്നും കൂടിയും കഴിഞ്ഞിട്ട് നാളെ എടുത്തിട്ടേ വെയിലത്തിട്ടുള്ളൂ. ഈ ചക്കക്കൂരൊക്കെ തെളിച്ചാണ്. മാങ്ങയുണ്ടല്ലോ, ചക്കക്കൂരും മാങ്ങയും കൂടി കറി വെക്കണം. ഇതിക്കൊരു ഉണക്കൽ വറുത്തുണ്ടായാലും ഇന്നത്തെ ഫുഡ് റെഡി ആയല്ലേ അല്ലേ. എന്താ പണി? ആയിരിക്കുണ്ടോ ഒഴിഞ്ഞ് പോന്നൊക്കെയാണ്. മേൽപ്പടിമൊക്കെ പുറത്തിങ്ങനെ ചുണ്ടന്മല ഇരിക്കുകയാണ്, ഒഴിഞ്ഞത് പോന്നൊക്കെയാണ്. കാറ്റുണ്ട്, ഇവിടെ എല്ലാ കാറ്റുമാണ്. കാറ്റുണ്ട് കണ്ട് ഇങ്ങനെ തൊലിച്ചുണ്ടാക്കാമല്ലോ എന്ന് കരുതി. രാവിലെ ഇപ്പോൾ ഇത് തൊലിച്ചായിരുന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ള പണിയൊക്കെ കൊടുക്കും. ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മളെ ഫുഡ്. നമ്മളെ ഇവിടുന്ന് എന്തൊക്കെയാണ് കിട്ടുന്നു അതൊക്കെ ഉണ്ടാക്കി തിന്നുക. പീടിയിൽ നിന്ന് വാങ്ങലൊന്നുമില്ല. ഹോസ്പിറ്റലിൽ പോയി വരുമ്പോഴൊക്കെ ഡ്രൈവർ ചോദിക്കും, മീൻ വാങ്ങണം മീനിൻ്റെ മാർക്കറ്റൊക്കെ കാണുമ്പോൾ. ഞാൻ പറഞ്ഞു അതൊക്കെ ഇപ്പോൾ നിർത്തി വെച്ചു. അതൊക്കെ ഇപ്പം ഇനി നിർത്തി. അതൊക്കെ പോണ ആള് നിന്നാൽ പിന്നെ അതൊക്കെ നിന്നീല്ലേ. ഇപ്പോൾ ഇറച്ചി മീനൊന്നും കൊണ്ടുവരില്ല. ഇനിയിപ്പോൾ അത് ചക്കക്കുരു മാങ്ങ അങ്ങനത്തെ ഒക്കെ ആയിട്ട് മുരിങ്ങൻ്റെ ഇല അങ്ങനത്തെ ഓരോന്നായിട്ട് ഇങ്ങനെ ദിവസത്തിൻ്റെ എണ്ണ അങ്ങനെ കഴിഞ്ഞ് പോവുക. അതേ നടക്കുള്ളൂ പറഞ്ഞു. അങ്ങനെ പോട്ടല്ലേ. വീട്ടുകാരൻ വെറുതെ തമാശക്ക് ചോദിച്ചാണ്, മാർക്കറ്റ് ഇങ്ങനെ കണ്ടപ്പോഴേ നീ വാങ്ങല്ലേ ചോദിച്ചു. അപ്പോൾ മീൻ വാങ്ങലൊക്കെ നിർത്തി. മറ്റിങ്ങനെ ഇടയിലൊക്കെ കൊടുത്തീനല്ലോ, അപ്പോൾ അതൊക്കെ നിർത്തി. നമുക്ക് മീനിനെക്കാളും വലിയ ആവശ്യം വെള്ളാവശ്യം മരുന്ന് വെച്ചാൽ അതാണല്ലോ വേണ്ടത്. അത് നിർത്താൻ പറ്റില്ലല്ലോ. മറ്റുള്ളതൊക്കെ നമുക്ക് ഒഴിവാകുമല്ലോ. ഇത് ഒഴിവാക്കാൻ പറ്റില്ല. നമ്മളെ കണ്ണിൻ്റെ ഇങ്ങനെ ഇടങ്ങേറ് കാണണ്ടേ. അപ്പോൾ അതിനുള്ളത് നമ്മളെന്തെങ്കിലും ചെയ്യാം. കഴിഞ്ഞല്ല മക്കളെ ഇവിടെ പയറ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാ? ഏറ്റവും നമ്മൾ കൊടുത്തിൻ്റെ ആ പയറ് ഇഷ്ടം പോലെ ഉണ്ടായിൻ്റെ കേട്ടോ. നല്ലോണം പയറായിരിക്കും. ഇപ്രാവശ്യം ഞാൻ ചിരങ്ങ കഴിച്ചിട്ടത്. ചിരങ്ങയിലുണ്ടാവുന്നുണ്ട്, നല്ലോണം ഉണ്ടാവുന്നുണ്ട്. ഇതിനൊന്നും വളം വാങ്ങിയിട്ട് കൊടുക്കലില്ല. ഇതൊക്കെ നമ്മൾ കോഴിക്കൂട്ടുന്നേ കോഴിക്കാഷ്ണം ഇട്ട് കൊടുക്കലാണ്. ഇങ്ങനെ ഉണ്ടായി വരുന്നുള്ളൂ. അതിനകത്തായിട്ടില്ല. ഇത് വല്ലാതെ ഇത് പടർന്നിട്ടേ ഇപ്പം ഇങ്ങനെ ചിരങ്ങ ഇങ്ങനെ ഉണ്ടായി വരുന്നുള്ളൂ. നല്ല ചൂടല്ലേ. 2 നേരമൊക്കെ വെള്ളം ഇങ്ങനെ പാർന്നു കൊടുക്കണം. ഞാൻ പാത്രം കഴിയ വെള്ളവും അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കലാട്ടോ. അപ്പോൾ പൈപ്പിൽ വെള്ളം ഉണ്ടായപ്പോൾ ഒന്നങ്ങനെ കുറിച്ച് കൊടുത്തുന്നുള്ളൂ. നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ കോഴിക്കോട്ടിലെ കോഴിക്കാഷ്ടം ഇട്ട് കൊടുത്താൽ ഉണ്ടാകാൻ വിചാരിച്ചാൽ ഉണ്ടാവും. പിന്നെ തുമ്മു ഇട്ടാ ആ മാറിക്കാളെ നിറച്ച് പൊടിയാണ്. നനഞ്ഞ തുണി കൊണ്ട് തോത്തിട്ടാ മതി. അതെന്നാളിപ്പോ ഞാൻ എന്തോ ചെയ്തപ്പോലെ നനച്ചുടീൻ്റെ പരിപാടിക്കാരൻ പറഞ്ഞു നനഞ്ഞ തുണി കൊണ്ട് ചെയ്യണ്ട. ഫോണൊക്കെ വെച്ച് ടേബിൾ മേലൊക്കെ കയറി കാണുന്ന സീലോണ്ട് തട്ടണം, നല്ല വൃത്തിയാവുള്ളൂ. ഞാൻ അപ്പോൾ ഒരു എളുപ്പപ്പണി ചെയ്യണം. നല്ലോണം ഉണ്ട്. വെള്ള കളറല്ലേ, അപ്പൊ നല്ല കൊണ്ട് പോകണം.
റെഡിയാ അറിയില്ലേ എത്ര എളുപ്പമായി മാറാലാവണല്ലേ. നാളെ കുഞ്ഞാൾക്ക് വന്നപ്പോൾ എൻ്റെ ജലാമത്തെ മാറായൊക്കെ തട്ടിക്കൂടെ 2 ദിവസം മുന്നേ തട്ടിയിട്ടുള്ളൂ. അപ്പോൾ പറയുന്നു അങ്ങനെയൊക്കെ നോക്കണോരുണ്ടാവും ഇപ്പോഴത്തെ. തുണി ഇട്ടല്ലേ ഞാൻ ഇവിടെ തുണി എടുത്താൽ സ്റ്റെപ്പിൻ്റെ തുണി എടുത്താ എടുത്താ ഞാൻ കാണാം ഞാൻ കൊണ്ടേ അത് പിടിച്ചാ ഇത് പിടിച്ചാ കടയിലൊക്കെ പൊടിയിടണമായില്ലേ. കടയിലൊക്കെ കട നോക്കുമ്പോൾ തന്നെ എങ്ങനെ തുണി എടുത്തിട്ടാണ് പൊടിയിട്ടത്. അത്രയുണ്ട് മനുഷ്യമൊക്കെ ഒന്ന് മണ്ടപ്പെടും. അങ്ങനെ പറ്റിയത് കുട്ടിയാൽ തന്നെ പോകും. തടികാടി സോഫ വെക്കണം. നീച്ച 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 നീച്ചൊക്കെ പൊക്കെ ഞാൻ പൊക്കെ തായരി കൊണ്ടേപ്പാ തായരി കേട്ടോ തായരി കേക്കട്ടാ. ഇതിനത്തെ ആവശ്യമുണ്ട് ഞാൻ ഉപ്പിലാണല്ലോ അൽമാസത്താണല്ലോ വേണ്ട സർജറിന്റെ ഇന്നലെ രാത്രി ഇതേനു പണിട്ടാ. ഒരുപാട് പേപ്പർ ആസ്പത്രിയിൽ അത് ചെന്നപ്പോത്തിനേ ടെസ്റ്റല്ലേ എവിടെ ചെന്നാലും ടെസ്റ്റും കാര്യമല്ലേ. അപ്പൊ അതിന് മാത്രം പേപ്പർ കിട്ടുന്ന അറിഞ്ഞൊക്കെ. അപ്പൊ ഒരു കവറിലായാലും ഒരു പെട്ടിയിലായാലൊക്കെ ആവശ്യം ഉണ്ടാവും വിചാരിച്ചുകൊണ്ട് അങ്ങനെ എടുത്ത് വെക്കുന്നതാണ്. അപ്പൊ ഇന്നലെ ഞാൻ പറയപ്പിന്നെ ഞാനല്ല ഇങ്ങനെ വൈദ്യുതി എടുക്കാൻ പറ്റി എൻ്റെ ഒപ്പം നിങ്ങളല്ലേ വൈദ്യുതി ഇറങ്ങിയിട്ട് ഇനി ഞാനല്ലേ വൈദ്യുതി നടക്കാനുള്ളത്. അപ്പൊ എനിക്ക് ഇതെല്ലാം കൂടി പേപ്പർ ആകുമ്പോൾ ഏതാ മാണ്ടിയത് മാണ്ടാത്ത എനിക്ക് മനസ്സിലാവില്ല. പെട്ടെന്ന് ചോദിച്ചു ഞാൻ ബേജാറായിട്ട് എല്ലാം കൂടി അട്ടിയെടുക്കുമ്പോൾ നമുക്ക് കയറടിച്ചു ചോദിച്ചു മാണ്ടാത്തൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണ്. അങ്ങനെ ഇന്നാണ് രണ്ടാളും കൂടി ഒഴിവാക്കിയതാണ്. ഇഷ്ടംപോലെ പേപ്പറൊക്കെ ഹോസ്പിറ്റലത്തെ ബില്ലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആധാർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ വേറെ എടുത്ത് വെച്ചു. പേപ്പറുകളൊക്കെ അത് ആവശ്യമുള്ളതൊക്കെ വേറെ എടുത്ത് വെച്ചു. എല്ലാം കൂടി ഒന്നായിട്ട് ആയാലേ പെട്ടെന്ന് ഒന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എടുത്താൽ കിട്ടില്ല. ഞാനപ്പൊക്കെ അടിച്ചേരിടും ഫുള്ള് പൊക്കിയൊക്കെ ആരൂല തന്നെ കണ്ടാൽ ഫുള്ളും ഒക്കെ താഴേക്ക് കൊണ്ടുപോയി കേട്ടാ. നമ്മളൊക്കെ അടിച്ചേരാണ് തട്ടിക്കൂടി അടിച്ചേരാണ് ഒക്കെ പൊക്കി അവിടെ കട്ടാളൊക്കെ ഉണ്ട്. കട്ടാളൊക്കെ ആ കൊണ്ടേച്ച് വേണം കേട്ടാ. ആ കൊണ്ടേച്ച് വാ തായേരി കൊണ്ടേച്ച് വാ. തായേരി അടിച്ചേരിയിലാണ്. എന്താ
കുറച്ചൂലേ? എന്നും തന്നെയാണ് പണി. നാളൊറ്റേ തട്ടിക്കൊട്ടൽ ഉണ്ടാകുമ്പോൾ കണ്ടി അടിച്ചരാതി തൊട്ടാതി മാതിരിയാണ് കേട്ടോ. ഇതിപ്പോൾ ഇന്നലെ പേപ്പറിലും കൂടി ഒരുപാട് കവറും പെട്ടിയിലൊക്കെ എടുത്ത് വെച്ചിരുന്നു, മാണ്ടിയിലും മാണ്ടാത്തൊക്കെ. അപ്പം നമുക്ക് മാണം തോന്നിയാണ്ടൊക്കെ എടുത്തെടുക്കും. അപ്പം അതെല്ലാം കൂടി തട്ടി കഴിച്ചപ്പോൾ ഉണ്ടായ പൊടി അതെല്ലാം കുപ്പി വെള്ളമൊക്കെ ആകെ കടവ് വെച്ചേക്കണേ സോഫിന്റെ ചുറ്റ്. ഈ കട്ട ഉണ്ടാക്കാം, കട്ട ചെയ്യാം, അങ്ങനെ കട്ടാറില്ല. ഈ കുപ്പി വെള്ളം കാലത്തിന് ചോട്ട് പാത്രത്തിലുണ്ട് സോഫിന്റെ ചുറ്റ്. ആ കൊണ്ടുവരുന്ന അതെടുത്ത നല്ല കുപ്പിയാണത്. ആ കുപ്പിയിൽ താക്കാൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം നിറച്ചാൽ പിടിച്ച് കൊണ്ടുവരുത്താ. ആ കൊണ്ടുവച്ച് കാണുക അവർക്ക്. ഈ ഉപ്പിലേ വെള്ളം നിറച്ച് കാണും താത്താൻ്റെ ഉള്ളിൽ നിന്ന് പൈപ്പിൽ നിന്ന് വെള്ളം നിറച്ച് കാണും പിടിച്ച് കൊണ്ടുവരും. കൊണ്ടില്ല എന്താ നജി പോരണ്ട, നജി പോരണ്ടട്ടാ. നിങ്ങൾ ഒരു കട്ടയും കൂടി ഓരണ്ടല്ലേ. എന്നും ചെടി തുറക്കണ സ്ഥലമാണ് ഇപ്പൊ കണ്ടാന്നറിയില്ല. ഒരു ലോഡ് പേപ്പർ ഞാൻ കൊണ്ടുപോയി. വേനൽക്കാലായാൽ കൂടി മഴക്കാലായാലും ഒക്കെ നന്നാക്കാൻ ഇപ്പം ഓരോ നന്നാക്കാം. നല്ല ഒരു കട്ടിങ് കൂടി. ഈ പെണ്ണ് നല്ലതാ. നല്ല നിറമുള്ള പെണ്ണുള്ളത്. വേണ്ടി അത് നമ്മളെ ചക്കക്കുരു കറി ഇതാ. ചക്കക്കുരു കറി രാവിലെ ഓട്ടാടയാണ്. ഓട്ടാടേക്ക് പോയി കറി തന്നെ രാവിലെ നീച്ച് ഇന്നലെ തുലിച്ചതുകൊണ്ടേ ഇന്ന് രാവിലെ തന്നെ ചക്കക്കുരു കറിയായി. അപ്പോൾ പിന്നെ ഓട്ടാടേക്ക് ചായക്കടിക്ക് തന്നെ അതിന് കറി ഇട്ടാ. അപ്പോൾ പാത്രത്തൊക്കെ ആക്കിയിട്ട് വെച്ചതാണ്. അപ്പോൾ നമ്മളെ ചോറ്റുക്കുന്ന ഈ കറി തന്നെയാണ്. പിന്നെ പച്ചക്കായൻ്റെ ഉപ്പേരി
വെള്ളിയാഴ്ചത്തെ സ്പെഷ്യലാട്ടോ അതൊക്കെ. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.